അർജുനായങ്കിയുടെ നീക്കങ്ങളെല്ലാം ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. അവസാനത്തെ വീഡിയോ സന്ദേശവും അർജുനായങ്കി ആദ്യമായി പോലീസ് കസ്റ്റഡിയിലാകുന്നതുമടക്കം 5-ാം തീയതി എടപ്പാളിലെത്തിയ ദൃശ്യങ്ങൾ ആദ്യം കേരളം കാണുന്നത് റിപ്പോർട്ടറിലൂടെയാണ്. അന്ന് എടപ്പാളിലെത്തി ചായ കുടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അർജുനായങ്കി ഒളിവിൽ കഴിയവേ പോലീസ് തെരച്ചിൽ തുടരവേ എടപ്പാളിലെത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. പാലിയേക്കരയിലൂടെ യാത്ര നടത്തിയ ദൃശ്യങ്ങളായിരുന്നു രണ്ടാമത് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. പോലീസിനെ വെല്ലുവിളിക്കുന്ന വീഡിയോകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടു. അറസ്റ്റിന് മുൻപുള്ള യാത്രയുടെ CCTV ദൃശ്യങ്ങളും ആദ്യം റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അറസ്റ്റ് ചെയ്ത അപ്പാർട്ട്മെന്റിന്റെ ആദ്യ ദൃശ്യങ്ങളും അർജുൻ കല്യാൺ പ്രേക്ഷകരെ കാണിച്ചു. അറസ്റ്റിന് ശേഷമുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടതും ആദ്യ പ്രതികരണം പ്രേക്ഷകർ കേട്ടതും റിപ്പോർട്ടറിലൂടെ. എല്ലാം റിപ്പോർട്ടറിൽ ആദ്യം. ഒരു എക്സ്ക്ലൂസീവ് ഫോട്ടോ കൂടി റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാം. അത് രാത്രി താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുനായങ്കിയെ കണ്ണൂർ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇതാ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ ബിഗ് 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 എക്സ്ക്ലൂസീവ്. അർജുനായങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഇന്ന് പുലർച്ചെ 2:30 അർജുനായങ്കിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം റിപ്പോർട്ടർ TV ആദ്യമായി പുറത്തുവിടുന്നു. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് വിഷ്വൽ. ഇന്ന് പുലർച്ചെയാണ് അർജുനായങ്കിയെ പോലീസ് പിടികൂടുന്നത്. പക്ഷേ ഈ സമയത്ത് ഓടിച്ചിട്ട് പിടികൂടി എന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഒരു സംഘർഷത്തിൻ്റെ ചിത്രമൊന്നും അവിടെ അല്ലെങ്കിൽ സൂചനയൊന്നും നമുക്ക് കണ്ടെത്തിയിരുന്നില്ല. കീഴടങ്ങാനായിരുന്നോ പദ്ധതി എന്നുള്ളത് നമുക്കിനിയും വ്യക്തമല്ല. ആയങ്കിയെ പൂട്ടിയ നീക്കം ഇങ്ങനെയാണ്. വൈകിയെത്തിയ പ്രേക്ഷകർക്കായി അർജുനായങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇങ്ങനെയാണ്. തളിപ്പറമ്പിൽ തന്നെ ആയങ്കിയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെയാണ്. തളിപ്പറമ്പിൽ ആയങ്കിയുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഓട്ടോയിൽ ആയങ്കി ചുടലയിലെത്തിയ വിവരം പോലീസിന് ഉച്ചയോടെ ലഭിക്കുന്നു. അവിടെ നിന്ന് ഒരു നെക്സോൺ കാറിലാണ് ചുടലയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. നെക്സോൺ കാറിന്റെ ഡ്രൈവറെ ആദ്യം കണ്ടെത്തുന്നു. ഡ്രൈവർ എവിടെയാണ് അർജുനായങ്കി ഇറക്കിവിട്ടത് എന്ന് പോലീസിന് വിവരം നൽകുന്നു. പോലീസിന് വിവരം നൽകിയ ഡ്രൈവറുടെ ആ സൂചന പ്രകാരം അപ്പാർട്ട്മെന്റിൽ പോലീസ് എത്തുന്നത് രാത്രി 1:25. 7 പോലീസുകാർ അടുത്തത് പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത് മഫ്തിയിലാണ്. ആദ്യം ഒരു ജീപ്പ് എത്തുന്നു. തൊട്ടു പിന്നാലെ മറ്റു ജീപ്പുകൾ ദൂരെയായി പാർക്ക് ചെയ്യുന്നു. സംഘത്തിൽ DIGക്കൊപ്പം കാർത്തികിനൊപ്പം 4 പോലീസുകാരാണ് ആദ്യഘട്ടത്തിൽ ഫ്ളാറ്റിലേക്ക് ചെല്ലുന്നത്. അറസ്റ്റ് ചെയ്യാൻ എത്തിയതെന്ന് പോലീസ് വാതിൽ തുറന്ന അഭിഭാഷക ദമ്പതികളെ അറിയിക്കുന്നു. വാറണ്ട് വേണമെന്ന് അഭിഭാഷക ദമ്പതികൾ പറയുന്നു. അർജുൻ ആ സമയത്ത് വീടിന് പുറത്തേക്ക് കൂടി എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. പുലർച്ചെ 2:30 അർജുനായങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇനി ഉച്ചയ്ക്ക് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ അർജുനായങ്കിയെ പിടികൂടുന്നതിൽ സംഭവിച്ചിരിക്കുന്ന ആ ടൈം ലൈൻ. അപ്പോൾ ഉച്ചയോടുകൂടി തളിപ്പറമ്പിൽ നിന്ന് ഓട്ടോയിൽ കയറി, നെക്സോൺ കാറിൽ കയറി, അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലെത്തി. രാത്രി 1:25 പോലീസ് എത്തി. 2:30 അർജുനായങ്കിയെ പിടികൂടി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അർജുനായങ്കിയെ പിടികൂടുന്ന സമയത്ത് അർജുനായങ്കി നടത്തിയ ചില നിരീക്ഷണങ്ങളും വളരെ കൗതുകമുള്ളതായിരുന്നു. അർജുനായങ്കി പോലീസ് പിടികൂടിയിട്ട് വരുമ്പോൾ ആദ്യം ജീപ്പിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അവിടെ ചെറുപഴശ്ശിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, ലിമേഷ് ചെറുപഴശ്ശിയോട് പോലീസുകാരോട് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്.